18ാം ലോകസഭയിൽ മോദിയെ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കൂടി അരങ്ങേറിയിട്ടുണ്ട്. മുൻനിരയിൽ രാഹുലിന്റെ തോളോട് തോൾ ചേർന്ന ഒരാൾ. കണ്ണടച്ച് പിടിക്കേണ്ടുന്ന കാഴ്ചയാണ് ആദ്യ സമ്മേളനം ദിവസം തന്നെ മോദിക്ക് പാർലമെന്റിൽ സംഭവിച്ചത്. മോദിയുടെ സത്യപ്രതിജ്ഞാ സമയം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു മാറ്റത്തിന്റെ സൂചനയായിട്ടാണ് ഈ രണ്ടുപേരെ രാഹുൽ തന്റെ തോളോട് തോൾ ചേർത്തു നിർത്തിയതും ഉയർത്തി കാണിച്ചതും മുൻനിരയിൽ അങ്ങനെ നിർത്തിയതും. അതായത് BJP കനത്ത തിരിച്ചടി നേരിട്ട ഉത്തർപ്രദേശിലെ അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദ് MP അവധേഷ് പ്രസാദും കനൌജ് MP ആയ അഖിലേഷ് യാദവുമാണ് രാഹുലിനൊപ്പമുള്ളത്. അതുകൊണ്ടാണിത് മാറ്റത്തിന്റെ സൂചനയായി മാറിയത്. കാരണം കൊട്ടിഘോഷിച്ച് അയോധ്യ 2024 തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് അക്കമിട്ട് നിരത്തി പൊടിപ്പും തുങ്ങലുമായി മോദിയും അമിത്ഷായും JP നദ്ദയും രാജ്നാഥ് സിംഗും അടക്കം യോഗി അടക്കം മുന്നോട്ട് വന്നപ്പോൾ അവരുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് അയോധ്യ തന്നെയായിരുന്നു. ആ അയോധ്യ നിലകൊള്ളുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ തോറ്റടിഞ്ഞതും ഇതേ BJP തന്നെയാണ്. കനൌജിൽ തോറ്റടിഞ്ഞതും BJP തന്നെ. അങ്ങനെ ഉത്തരേന്ത്യ തൂത്തുവാരി 400ന്റെ എണ്ണവും തികച്ച് പാർലമെന്റിലേക്ക് പോകാമെന്ന് കരുതി കൂട്ടിയിടത്താണ് അഖിലേഷ് യാദവും രാഹുലും ഒത്തുചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി തൂത്തുവാരിയത്. അവിടെ പിന്നീട് കണ്ടത് മോദിയുടെ പരക്കം പാച്ചിലും പരാജയവും ഒക്കെ തന്നെയായിരുന്നു. അതാണിപ്പോൾ പാർലമെന്റിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന രണ്ടു മനുഷ്യരായിട്ട് മാറിയത്. അതും രാഹുലിന്റെ തോളോട് തോൾ ചേർന്നുകൊണ്ട്. ഫൈസാബാദിലെയും കനൌജിലെയും MP മാർ. മോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഈ രണ്ടു മനുഷ്യർ മുൻനിരയിൽ മുമ്പിലിരിക്കുമ്പോൾ തോൽവിയേക്കാൾ തരം താഴ്ന്ന അവസ്ഥയിലേക്കാണ് മോദി തകർന്നടിഞ്ഞത്. അതുകൊണ്ടുകൂടിയാണ് മോദി കണ്ണടക്കേണ്ടുന്ന അവസ്ഥ വന്നത്. കണ്ണടച്ചേ പറ്റുകയുള്ളൂ. 18ാം ലോകസഭയുടെ പ്രഥമ സമ്മേളനത്തിൽ വ്യത്യസ്തമായ കാഴ്ചകളും പ്രതിഷേധങ്ങളുമാണ് നടന്നത്. മോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതും അവിടെ കണ്ടു. ജയ് ശ്രീറാം വിളിച്ച് പ്രസംഗം ആരംഭിക്കുന്ന മോദി ഇത്തവണ പക്ഷേ ഭരണഘടനയിൽ ഊന്നി പ്രസംഗം തുടങ്ങിയതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിനൊക്കെ കാരണക്കാരൻ രാഹുൽ ഉയർത്തിപ്പിടിച്ച ഭരണഘടനയും രാജ്യവും തന്നെയാണ്. സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഇന്ത്യ സഖ്യം ലോക്സഭയ്ക്ക് പുറത്തായി പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവരുടെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത്. ഇവിടെയാണ് ഈ രണ്ടു മനുഷ്യർ മോദിക്ക് വെല്ലുവിളിയായി മാറുന്നത്.